സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യൂ, പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് നേടൂ. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 10% ഡിസ്കൗണ്ട്. മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫാത്തിമ ബസാർ, കരുവാരുകുണ്ട് റോഡ്, കാളികാവ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരെ കാളികാവിൽ UDF രാപ്പകൽ സമരം സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ് ജമീല ഉദ്ഘാടനം ചെയ്തു. നേതാക്കന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഭരണമാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ട് വളരെ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമുക്കറിയാം, അധികാര വികേന്ദ്രീകരണം രാജ്യത്ത് നടപ്പാക്കിയത് കോൺഗ്രസ് ആണ്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് രാജ്യസഭയിൽ ഈ ബില്ല് പാസാക്കിയപ്പോൾ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തിരുന്നു. പിന്നീട് നമ്മളാണ് അധികാര വികേന്ദ്രീകരണം, നമ്മുടെ സർക്കാർ രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ അധികാര വികേന്ദ്രീകരണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. അതിനുശേഷം കേരളത്തിൽ KK ആന്റണിയുടെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാര വികേന്ദ്രീകരണം പ്രാവർത്തികമാക്കി. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട ഫണ്ട് കൃത്യമായി നൽകാതെ ആ ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു സ്വേച്ഛാധിപതിയെ പോലെ ഭരണം നടത്തുകയാണ് പിണറായി വിജയൻ. നമ്മൾ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് ഗ്രാമസഭ കൂടി നമുക്ക് വേണ്ട കാര്യങ്ങൾ ആ ഗ്രാമസഭയിൽ അവതരിപ്പിച്ച് അത് ഗ്രാമസഭ യാഥാർത്ഥ്യമാക്കി നമുക്ക് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ജനങ്ങൾ തന്നെ തീരുമാനിക്കപ്പെട്ടു പഞ്ചായത്ത് മെമ്പർമാർ ജനപ്രതിനിധികൾ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഗ്രാമങ്ങളിൽ നടപ്പാക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കാൻ അനുവദിക്കാതെ ഫണ്ട് വിഹിതം നൽകാതെ പിണറായി വിജയൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. 3 ഗഡുക്കളായിട്ടാണ് ഗ്രാമപഞ്ചായത്തുകൾക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഒക്കെ ഫണ്ട് വിഹിതം ലഭിക്കുന്നത്. ഏപ്രിൽ മാസത്തിലും അതുപോലെ തന്നെ ഡിസംബറിലും ഓഗസ്റ്റ് മാസത്തിലുമൊക്കെ. എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമുക്ക് സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഫണ്ട് വിഹിതം ഗ്രാമപഞ്ചായത്തുകൾക്ക് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്തിനൊക്കെ സമയബന്ധിതമായി ലഭിക്കുന്നില്ല. വളരെ കുറഞ്ഞ ഫണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. ഫണ്ടുകളൊക്കെ തന്നെ വെട്ടിക്കുറച്ച് വളരെ ചെറിയ ഒരു വിഹിതം മാത്രമാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകൾക്ക് ലഭിക്കുന്നത്. ആ ഫണ്ട് വിഹിതം തന്നെ കൃത്യമായി നമുക്ക് ലഭിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം UDF സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് കാളികാവ് പഞ്ചായത്ത് UDF കമ്മിറ്റി കാളികാവങ്ങാടിയിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. KP ഹൈദരലി അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം UDF ചെയർമാൻ P ഖാലിദ് മാസ്റ്റർ, കൺവീനർ KC കുഞ്ഞിമുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി K അലക്സ്, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, UDF പഞ്ചായത്ത് കൺവീനർ I മുജീബ് റഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിമോൾ, വൈസ് പ്രസിഡന്റ് K സുബൈദ, സ്ഥിരം സമിതി അധ്യക്ഷരായ N മൂസ, AP അബ്ദുട്ടി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.